Dear students, today we are going to discuss about the third and last category of perquisites, that is perquisites taxable in case of specified employees only. And before knowing about the various perquisites and their valuation, all of you must have a clear understanding about the meaning of the term specified employees. Who is a specified employee, or what type of employees are coming within the scope of the term specified employees? Generally, there are three types of employees are generally treated as specified employees. Who are they? First one is an employee who is a director of the company. ഒരു കമ്പനിയിലെ എംപ്ലോയിയാണ്, അയാൾ അതേ കമ്പനിയിലെ ഡയറക്ടർ കൂടെയാണ്. അങ്ങനെയാണെങ്കിൽ അവർ സ്പെസിഫൈഡ് എംപ്ലോയി ആണ്. നമ്പർ 2, an employee who has substantial interest in the company. ഒരു എംപ്ലോയിക്ക് കമ്പനിയിൽ സബ്സ്റ്റാൻഷ്യൽ ഇൻട്രസ്റ്റ് ഉണ്ട് എങ്കിൽ അവർ സ്പെസിഫൈഡ് എംപ്ലോയി ആണ്. സബ്സ്റ്റാൻഷ്യൽ ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ an employee who holds 20% or more of the voting rights in the company. കമ്പനിയുടെ മൊത്തം വോട്ടവകാശത്തിൻ്റെ 20%മോ അതിൽ കൂടുതലോ ഒരു എംപ്ലോയിയുടെ കൈവശമാണെങ്കിൽ അയാളെ സബ്സ്റ്റാൻഷ്യൽ ഇൻട്രസ്റ്റ് ഉള്ള എംപ്ലോയി ആണെന്ന് പറയാം, അവരെ സ്പെസിഫൈഡ് എംപ്ലോയി ആണെന്ന് പറയാം. ഓക്കെ. മൂന്നാമത്തത് an employee whose income under the head salary exceeds ₹50,000 after making deduction under section 16. സെക്ഷൻ 16 പ്രകാരമുള്ള ഡിഡക്ഷൻസ് ആയിട്ടുള്ള സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ ഇൻ റെസ്പെക്ട് ഓഫ് എൻ്റർടൈൻമെൻറ്റ് അലവൻസ് ആൻഡ് പ്രൊഫഷൻ ടാക്സ്, ഇവ മൂന്നും ലെസ് ചെയ്ത ശേഷം ഇൻകം ഫ്രം സാലറി എന്ന ഹെഡിലൂടെ കിട്ടുന്ന ഇൻകം 50,000-ൽ കൂടുതലാകുകയാണെങ്കിൽ ആ എംപ്ലോയി സ്പെസിഫൈഡ് എംപ്ലോയി എന്ന് പറയാം. 50,000-ൽ കൂടുതലാകുക, ഒരു വർഷമാണ് 50,000-ൽ കൂടുതലാകുമ്പോൾ സ്പെസിഫൈഡ് എംപ്ലോയി ആകുന്നത്. അപ്പോൾ ഒരു വർഷം 50,000 എന്ന് പറയുന്ന സമയത്ത് നമ്മൾ ഒരു മാസം ആ ഒരു എംപ്ലോയിയെ സംബന്ധിച്ചിടത്തോളം ഒരു മാസത്തെ സാലറി എന്ന് പറയുന്നത് ഏകദേശം 4,167 രൂപ മാത്രമാണ്. 4,167 രൂപയിൽ കൂടുതൽ സാലറി ഒരു മാസം ഉണ്ടെങ്കിൽ അവരെല്ലാം സ്പെസിഫൈഡ് എംപ്ലോയി ആണ്. ചുരുക്കത്തിൽ മിക്കവാറും എല്ലാ എംപ്ലോയീസും സ്പെസിഫൈഡ് എംപ്ലോയി ആണ് എന്ന് അർത്ഥം. ഈ സാലറി കാണുന്ന സമയത്ത് പെർക്വിസിറ്റും എംപ്ലോയേഴ്സ് കോൺട്രിബ്യൂഷൻ ടു PF പരിഗണിക്കാൻ പാടില്ല, ബാക്കിയുള്ള ഇനങ്ങളെ പരിഗണിക്കാൻ പാടില്ല. ഓക്കെ. അപ്പോൾ സ്പെസിഫൈഡ് എംപ്ലോയി എന്താണ്? സ്പെസിഫൈഡ് എംപ്ലോയി എന്ന് പറഞ്ഞാൽ ഏത് ടൈപ്പ് എംപ്ലോയീസ് ആണ് സ്പെസിഫൈഡ് എംപ്ലോയീസ് എന്ന് മനസ്സിലായല്ലോ. ഈ 3 തരത്തിലുള്ള എംപ്ലോയീസിനെ സ്പെസിഫൈഡ് എംപ്ലോയി ആണ്. അതിൽ മൂന്നാമത്തത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 50,000 രൂപ ഒരു വർഷം സാലറി ഉണ്ടെങ്കിൽ 50,000-ൽ കൂടുതലായി കഴിഞ്ഞാൽ ആ എംപ്ലോയിയെ സ്പെസിഫൈഡ് എംപ്ലോയി എന്ന് പറയും. അപ്പം മിക്കവാറും എല്ലാ എംപ്ലോയീസും സ്പെസിഫൈഡ് എംപ്ലോയി ആണ് എന്നർത്ഥം. ഇനി ഇവരെ സംബന്ധിച്ചിടത്തോളം സ്പെസിഫൈഡ് എംപ്ലോയീസിന് ടാക്സബിൾ ആകുന്ന, അവരെ ബാധകമാകുന്ന പെർക്വിസിറ്റ് ഏതൊക്കെയാണെന്ന് നോക്കാം. ഗ്യാസ്, വാട്ടർ, ഇലക്ട്രിസിറ്റി പ്രൊവൈഡഡ് ടു എംപ്ലോയീസ് ഫ്രീ ഓഫ് കോസ്റ്റ്. നമ്പർ 2, സ്വീപ്പർ, വാച്ച്മാൻ, ഗാർഡനർ ഓർ പേഴ്സണൽ അറ്റൻഡൻറ്റ് പ്രൊവൈഡഡ് ടു ദി എംപ്ലോയി ഫ്രീ ഓഫ് കോസ്റ്റ്. തേർഡ് വൺ, എഡ്യൂക്കേഷൻ ഫെസിലിറ്റി ടു ദി ഫാമിലി മെമ്പേഴ്സ് ഓഫ് എംപ്ലോയി. Okay. Fourth one, transport facility provided by a transport undertaking. And fifth and last one, motor car facility. Okay. Then let us see the valuation of these various perquisites one by one. First one, valuation of facility of gas, water and electricity provided to the employee free of cost. എംപ്ലോയിക്ക് അവരുടെ ഡൊമസ്റ്റിക് പർപ്പസിന് വേണ്ടിയിട്ട് ഗ്യാസ്, വാട്ടർ, ഇലക്ട്രിസിറ്റി ഇവ അനുവദിച്ചേക്കാം ഫ്രീ ആയിട്ട്. അങ്ങനെ ആവുന്ന സമയത്ത് അതിൻ്റെ ആ ബെനിഫിറ്റിൻ്റെ ആ പെർക്വിസിറ്റിൻ്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? എമൗണ്ട് എക്സ്പെൻഡഡ് ബൈ ദി എംപ്ലോയർ, എമൗണ്ട് ഇൻകേർഡ് ബൈ ദി എംപ്ലോയർ, ഓക്കെ, മൈനസ് എമൗണ്ട് റിക്കവേർഡ് ഫ്രം എംപ്ലോയി. എംപ്ലോയിയിൽ നിന്ന് ഈടാക്കുന്ന തുക ലെസ് ചെയ്ത് ബാക്കിയുള്ള തുകയാണ് ടാക്സബിൾ എമൗണ്ട്. നമ്പർ 2, വാല്യുവേഷൻ ഓഫ് സർവീസസ് ഓഫ് സ്വീപ്പർ, വാച്ച്മാൻ, ഗാർഡനർ, പേഴ്സണൽ അറ്റൻഡൻറ്റ് പ്രൊവൈഡഡ് ടു എംപ്ലോയി ഫ്രീ ഓഫ് കോസ്റ്റ്. ഈ 4 തരത്തിലുള്ള ആൾക്കാരുടെ സേവനം എംപ്ലോയിക്ക് അനുവദിച്ചേക്കാം, നൽകിയേക്കാം. എംപ്ലോയിയെ സംബന്ധിച്ചിടത്തോളം അതൊരു പെർക്വിസിറ്റ് ആണ്. ആ പെർക്വിസിറ്റിൻ്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഈ ആൾക്കാർക്ക് എംപ്ലോയർ നൽകുന്ന സാലറിയാണ് അതിൻ്റെ വാല്യൂ. വല്ലതും
ഈ സർവീസസ് നൽകുന്നതിന് വല്ല എമൗണ്ട് എംപ്ലോയിയിൽ നിന്ന് ഈടാക്കുന്നുണ്ടെങ്കിൽ അത് ലെസ് ചെയ്യണം. സാലറി പെയ്ഡ് ബൈ എംപ്ലോയർ ടു ദി അബോവ് പേഴ്സൺസ് മൈനസ് എമൗണ്ട് റിക്കവേർഡ് ഫ്രം എംപ്ലോയി. ഓക്കെ, ക്ലിയർ? Yes. Let us see the third one. Valuation of education facility provided to the family members of employee. എംപ്ലോയിയുടെ ഫാമിലി മെമ്പേഴ്സിന് എഡ്യൂക്കേഷൻ ഫെസിലിറ്റി പ്രൊവൈഡ് ചെയ്യുന്നു. അതിൻ്റെ വാല്യൂ എങ്ങനെയാണ് കണ്ടുപിടിക്കുക? ആ വാല്യൂ കണ്ടുപിടിക്കുന്ന സമയത്ത് ആദ്യം പ്രത്യേകം ശ്രദ്ധിക്കണം. വേർ എഡ്യൂക്കേഷൻ ഫെസിലിറ്റി ഈസ് പ്രൊവൈഡഡ് ഇൻ ദി ഇൻസ്റ്റിറ്റ്യൂഷൻ ഓഫ് എംപ്ലോയർ. എംപ്ലോയർ നടത്തുന്ന എംപ്ലോയറുടെ ഉടമസ്ഥതയിലുള്ള ഒരു എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷനിൽ നിന്നാണോ ഈ എഡ്യൂക്കേഷണൽ ഫെസിലിറ്റി പ്രൊവൈഡ് ചെയ്യുന്നത്? അങ്ങനെയാണെങ്കിൽ ഇഫ് എഡ്യൂക്കേഷൻ ഫെസിലിറ്റി ഈസ് പ്രൊവൈഡഡ് ടു ചിൽഡ്രൻ ഓഫ് എംപ്ലോയി, എംപ്ലോയിയുടെ ചിൽഡ്രൻ ആണോ എഡ്യൂക്കേഷൻ ഫെസിലിറ്റി നൽകുന്നത്? അങ്ങനെ എംപ്ലോയിയുടെ സ്വന്തം ഉടമസ്ഥതയിലുള്ള സ്ഥാപനത്തിൽ നിന്ന് എഡ്യൂക്കേഷൻ ഫെസിലിറ്റി എംപ്ലോയിയുടെ കുട്ടികൾക്ക് നൽകുമ്പോൾ അതിൻ്റെ കോസ്റ്റ് 1000 എക്സീഡ് ചെയ്യുന്നില്ല എങ്കിൽ, ഒരു മാസം ഒരു കുട്ടിക്ക് 1000 രൂപ എക്സീഡ് ചെയ്യുന്നില്ല എങ്കിൽ ടാക്സബിൾ വാല്യൂ നില്ലാണ്. അത് ടാക്സ് ഫ്രീ പെർക്വിസിറ്റ് ആണ് എന്നർത്ഥം. ഇനി 1000 എക്സീഡ് ചെയ്യുന്നുണ്ടെങ്കിൽ എത്രയാണ് മൊത്തം ഈ ഒരു എഡ്യൂക്കേഷന് വരുന്ന ചിലവ്, ഇതിന് തുല്യമായിട്ടുള്ള മറ്റൊരു സ്ഥാപനത്തിൽ, ആ ലൊക്കാലിറ്റിയിലുള്ള മറ്റൊരു സ്ഥാപനം എത്രയാണോ ഈ കോസ്റ്റ് ഈടാക്കുന്നത്, ചാർജ് ഈടാക്കുന്നത്, ആ മൊത്തം തുകയാണ് ടാക്സിബിൾ വാല്യൂ. വല്ല എമൗണ്ട് എംപ്ലോയിയിൽ നിന്ന് ഈടാക്കുന്നുണ്ടെങ്കിൽ അത് ലെസ് ചെയ്യാവുന്നതാണ്. ഓക്കെ, ഇനി ഇഫ് എഡ്യൂക്കേഷൻ ഫെസിലിറ്റി ഈസ് പ്രൊവൈഡഡ് ടു അതർ ഹൗസ് ഹോൾഡ് മെമ്പേഴ്സ്, ഇതുവരെ പറഞ്ഞത് എംപ്ലോയിയുടെ കുട്ടികൾക്ക് എഡ്യൂക്കേഷൻ ഫെസിലിറ്റി കൊടുക്കുമ്പോഴായിരുന്നു. ഇനി എംപ്ലോയിയുടെ കുട്ടികളല്ല, മറ്റ് ഫാമിലി മെമ്പേഴ്സ് ആണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ കോസ്റ്റ് 1000 എക്സീഡ് ചെയ്യുന്നില്ല, 1000 എക്സീഡ് ചെയ്യുന്നു എന്നിങ്ങനെയുള്ള 2 തരത്തിലുള്ള അല്ലെങ്കിൽ 2 തരംതിരിവ് ഇല്ല. പിന്നെ എന്താണ്? കോസ്റ്റ് ഓഫ് സച്ച് എഡ്യൂക്കേഷൻ ഇൻ സിമിലർ ഇൻസ്റ്റിറ്റ്യൂഷൻ ഇൻ ദി ലൊക്കാലിറ്റി മൈനസ് എമൗണ്ട് റിക്കവേർഡ് ഫ്രം എംപ്ലോയി. ഇത്തരത്തിലുള്ള ഒരു എഡ്യൂക്കേഷൻ ഫെസിലിറ്റി പ്രൊവൈഡ് ചെയ്യുന്നതിന് മറ്റൊരു സ്ഥാപനം, ആ ലൊക്കാലിറ്റിയിലുള്ള മറ്റൊരു സ്ഥാപനം എത്രയാണോ ചാർജ് ഈടാക്കുന്നത് ആ എമൗണ്ട് എംപ്ലോയിയിൽ നിന്ന് ഈടാക്കുന്ന എമൗണ്ട് കുറയ്ക്കാം. അതാണ് ടാക്സിബിൾ വാല്യൂ. ഓക്കെ, ഇതുവരെ മനസ്സിലാക്കിയിട്ടുള്ളത് എഡ്യൂക്കേഷണൽ ഫെസിലിറ്റി എംപ്ലോയറുടെ ഉടമസ്ഥതയിലുള്ള സ്ഥാപനത്തിൽ നിന്ന് നൽകുമ്പോഴാണ്. ഇനി ഇഫ് എഡ്യൂക്കേഷണൽ ഫെസിലിറ്റി ഈസ് പ്രൊവൈഡഡ് ഇൻ എനി അതർ ഇൻസ്റ്റിറ്റ്യൂഷൻ, മറ്റ് സ്ഥാപനങ്ങളിലൂടെയാണ് നൽകുന്നതെന്ന് വിചാരിക്കുക. അങ്ങനെയാണ് എങ്കിൽ ഇവിടെ എംപ്ലോയിയുടെ മക്കളാണോ മറ്റ് ഫാമിലി മെമ്പേഴ്സ് ആണോ എന്നൊന്നും നോക്കേണ്ടതില്ല. എത്രയാണോ യഥാർത്ഥത്തിൽ എംപ്ലോയർക്ക് വരുന്ന ചിലവ്, അതാണ് ടാക്സിബിൾ വാല്യൂ. Taxable value in such a situation is expenditure incurred by the employer. ഓക്കെ, ഇതാണ് എഡ്യൂക്കേഷൻ ഫെസിലിറ്റിയുമായി ബന്ധപ്പെട്ട്, എഡ്യൂക്കേഷൻ ഫെസിലിറ്റി എന്ന ആ പെർക്കിൻ്റെ വാല്യുവേഷനുമായി ബന്ധപ്പെട്ട് ഓർത്തിരിക്കേണ്ട കാര്യങ്ങൾ. ഇനി നമ്പർ 4, വാല്യുവേഷൻ ഓഫ് ട്രാൻസ്പോർട്ട് ഫെസിലിറ്റി പ്രൊവൈഡഡ് ടു എംപ്ലോയി ബൈ എ ട്രാൻസ്പോർട്ട് അണ്ടർടേക്കിംഗ്. ഒരു ട്രാൻസ്പോർട്ട് ഫെസിലിറ്റി ട്രാൻസ്പോർട്ട് അണ്ടർടേക്കിംഗ് അവരുടെ സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുന്ന എംപ്ലോയീസിന് ട്രാൻസ്പോർട്ട് ഫെസിലിറ്റി ഫ്രീ ആയിട്ട് പ്രൊവൈഡ് ചെയ്തേക്കാം. അങ്ങനെയാകുമ്പോൾ അതിൻ്റെ ടാക്സിബിൾ വാല്യൂ എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും വരിക? സാധാരണ ജനങ്ങൾക്ക് ഈ ഒരു സർവീസ് നൽകുമ്പോൾ ആ ട്രാൻസ്പോർട്ട് അണ്ടർടേക്കിംഗ് എത്രയാണോ ചാർജ് ഈടാക്കുന്നത് അത് തന്നെയാണ് അതിൻ്റെ വാല്യൂ. വല്ല എമൗണ്ട് എംപ്ലോയിയിൽ നിന്ന് ഈടാക്കിയിട്ടുണ്ടെങ്കിൽ അത് ലെസ് ചെയ്യാവുന്നതാണ്. ഓക്കെ, അതാണ് വാല്യൂ ആയി ബന്ധപ്പെട്ട് പറയാനുള്ളത്. പക്ഷേ എയർലൈൻസ്, റെയിൽവേസ് തുടങ്ങിയ സ്ഥാപനങ്ങളാണ് എങ്കിൽ, എയർലൈനും റെയിൽവേയും അവരുടെ എംപ്ലോയീസിന് ഫ്രീ ആയിട്ട് ട്രാൻസ്പോർട്ട് ഫെസിലിറ്റി ഓഫർ ചെയ്യുമ്പോൾ അത് പൂർണ്ണമായിട്ടും എക്സംപ്റ്റഡ് ആണ്, ടാക്സ് ഫ്രീ ആണ് അവർക്ക് മാത്രം, എയർലൈൻസിനും റെയിൽവേയിലും. ബാക്കിയുള്ള രീതിയിലുള്ള എല്ലാ ട്രാൻസ്പോർട്ട് അണ്ടർടേക്കിങ്ങും ട്രാൻസ്പോർട്ട് ഫെസിലിറ്റി അവരുടെ എംപ്ലോയീസിന് കൊടുത്തു കഴിഞ്ഞാൽ പബ്ലിക്കിൽ നിന്ന് ഈടാക്കുന്ന ചാർജ് എത്രയാണോ അത് തന്നെയാണ് ആ പെർക്വിസിറ്റിൻ്റെ വാല്യൂ ആയിട്ട് കണക്കാക്കുക. ഓക്കെ, ദെൻ 5th one, വാല്യുവേഷൻ ഓഫ് മോട്ടോർ കാർ ഫെസിലിറ്റി. മോട്ടോർ കാർ ഫെസിലിറ്റി എംപ്ലോയിക്ക് അനുവദിച്ചേക്കാം. അതിൻ്റെ വാല്യുവേഷനുമായി ബന്ധപ്പെട്ടാണ് ഉള്ള കാര്യങ്ങളാണ് നമ്മളിവിടെ ടേബിളിൽ കൊടുത്തിരിക്കുന്നത്. പല സാഹചര്യങ്ങൾ വന്നേക്കാം. അതിൽ ആദ്യമായിട്ട് ഇവിടെ കൊടുത്തിട്ടുള്ളത് വെൻ കാർ ഈസ് ഓൺഡ് ഓർ ഹയേർഡ് ബൈ എംപ്ലോയർ. എംപ്ലോയറുടെ ഉടമസ്ഥതയിലോ എംപ്ലോയർ വാടകയ്ക്കെടുത്തതോ കാറാണെന്ന് വിചാരിക്കുക. പ്രത്യേകം ശ്രദ്ധിക്കുക. കാർ ഈസ് ഓൺഡ് ഓർ ഹയേർഡ് ബൈ എംപ്ലോയർ.
അങ്ങനെ എംപ്ലോയറുടെ ഉടമസ്ഥതയിലുള്ള അല്ലെങ്കിൽ എംപ്ലോയർ ഹയർ ചെയ്തിട്ടുള്ള കാറിന്റെ റണ്ണിങ് ആൻഡ് മെയിൻ്റനൻസ് എക്സ്പെൻസ് എംപ്ലോയർ തന്നെ വഹിക്കാം, അല്ലെങ്കിൽ റണ്ണിങ് ആൻഡ് മെയിൻ്റനൻസ് എക്സ്പെൻസ് എംപ്ലോയി വഹിക്കാം. അപ്പൊ ഈ രണ്ട് കേസിലും ടാക്സബിൾ വാല്യൂ ഓഫ് പേർക്ക് എങ്ങനെയാണ് കാണുന്നതെന്നാണ് പഠിക്കുന്നത്. അതിൽ ആദ്യം ഓഫീസ് യൂസ് മാത്രം ഉപയോഗിക്കുന്നു. കാർ ഈസ് യൂസ്ഡ് ഓൺലി ഫോർ ഒഫീഷ്യൽ പർപ്പസസ്. കാർ ഒഫീഷ്യൽ പർപ്പസിന് വേണ്ടി മാത്രം ഉപയോഗിക്കുമ്പോൾ ടാക്സബിൾ വാല്യൂ നില്ലാണ്. ഒന്നുകൂടെ ഇതെല്ലാം കണക്ട് ചെയ്ത് വായിക്കുമ്പോൾ മനസ്സിലാക്കുമ്പോൾ എംപ്ലോയറുടെ ഉടമസ്ഥതയിലുള്ള അല്ലെങ്കിൽ എംപ്ലോയർ ഹയർ ചെയ്തിട്ടുള്ള കാറ് റണ്ണിങ് ആൻഡ് മെയിൻ്റനൻസ് എക്സ്പെൻസും എംപ്ലോയർ തന്നെ വഹിക്കുന്നു. കാറ് പക്ഷേ പൂർണ്ണമായിട്ടും ഓഫീസ് ആവശ്യത്തിന് വേണ്ടി മാത്രം ഉപയോഗിക്കുന്നു. അപ്പോൾ കാർ ഓഫീസ് ആവശ്യത്തിന് വേണ്ടി മാത്രം ഉപയോഗിക്കുന്നത് കൊണ്ട് അതിന് വന്ന എല്ലാ ചെലവുകളും ഓഫീസ് ആവശ്യത്തിന് മാത്രം ഉപയോഗിക്കുന്നത് കൊണ്ട് അതിനൊരു പെർക്വിസിറ്റ് ആയിട്ട് എംപ്ലോയിയെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രത്യേക ബെനിഫിറ്റ് ആയിട്ട് അതിനെ കാണേണ്ടതില്ല. പെർക്വിസിറ്റ് വാല്യൂ ഇല്ല. ഇനി പേഴ്സണൽ യൂസ് ഓൺലി. കാർ ഈസ് യൂസ്ഡ് ഓൺലി ഫോർ പേഴ്സണൽ പർപ്പസസ്, പ്രൈവറ്റ് പർപ്പസസ്. ഓക്കെ, നോക്കൂ, കാർ എംപ്ലോയറുടെ ഉടമസ്ഥതയിലുള്ളതോ എംപ്ലോയർ ഹയർ ചെയ്തിട്ടുള്ളതോ ആണ്. അതിൻ്റെ റണ്ണിങ് ആൻഡ് മെയിൻ്റനൻസ് എക്സ്പെൻസ് എല്ലാം വഹിക്കുന്നത് എംപ്ലോയർ തന്നെ. അങ്ങനെയുള്ള കാറ് റണ്ണിങ് ആൻഡ് മെയിൻ്റനൻസ് എക്സ്പെൻസും എംപ്ലോയർ വഹിച്ച് എംപ്ലോയിയുടെ പേഴ്സണൽ പർപ്പസിന് വേണ്ടി മാത്രം ഉപയോഗിക്കാൻ വിട്ടുകൊടുക്കുന്നു. അങ്ങനെയാകുന്ന സമയത്ത് ആ ഒരു പെർക്വിസിറ്റിൻ്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ എത്രയാണോ റണ്ണിങ് ആൻഡ് മെയിൻ്റനൻസ് എക്സ്പെൻസ് എംപ്ലോയർ വഹിച്ചത് പ്ലസ് 10% per annum of original cost of car for normal depreciation. ഒരു നോർമൽ ഡിപ്രീസിയേഷൻ എന്നുള്ള രീതിയിൽ കാറിൻ്റെ കോസ്റ്റിൻ്റെ 10% ആഡ് ചെയ്യണം. ഓക്കെ, പക്ഷേ കാറ് വാടകയ്ക്ക് എടുത്താണെങ്കിൽ ഈ 10% ആഡ് ചെയ്യാൻ പറ്റില്ല. ഹയർ ചാർജാണ് പരിഗണിക്കേണ്ടത്. ക്ലിയർ? മൈനസ് എമൗണ്ട് റിക്കവേർഡ് ഫ്രം ദി എംപ്ലോയി. ഓക്കെ, ഇതാണ് അതിൻ്റെ വാല്യുവേഷൻ. ഇനി കാറ് പാർട്ട്ലി യൂസ്ഡ് ഫോർ ഒഫീഷ്യൽ പർപ്പസസ് ആൻഡ് പാർട്ട്ലി ഫോർ പ്രൈവറ്റ് പർപ്പസസ്, അതായത് മിക്സ്ഡ് പർപ്പസിന് വേണ്ടി ഉപയോഗിക്കുന്നുവെങ്കിൽ ഒരു സ്റ്റാൻഡേർഡ് റേറ്റ് ആണ് ടാക്സബിൾ വാല്യൂ ആയിട്ട് നിശ്ചയിച്ചിരിക്കുന്നത്. ആ സ്റ്റാൻഡേർഡ് റേറ്റ് വലിയ കാറിനും ചെറിയ കാറിനും വ്യത്യസ്ത രീതിയിലാണ്. അപ്പോൾ ഇഫ് കാർ ഈസ് സ്മോൾ കാർ ആണ് എങ്കിൽ, അതായത് CC ക്യൂബിക് കപ്പാസിറ്റി 1.6 ലിറ്ററോ അതിൽ കുറവോ ആണ് എങ്കിൽ സ്റ്റാൻഡേർഡ് റേറ്റ് ടാക്സബിൾ വാല്യൂ എത്രയാണ്? ₹1,800 per month പ്ലസ് ₹900 per month ഇഫ് ഡ്രൈവർ ഈസ് പ്രൊവൈഡഡ്. ഇതാണ് അതിൻ്റെ വാല്യൂ. ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കുക, ഇത് സ്റ്റാൻഡേർഡ് റേറ്റ് ആണ് ടാക്സബിൾ വാല്യൂ. അതുകൊണ്ട് തന്നെ എംപ്ലോയിയിൽ നിന്ന് വല്ല എമൗണ്ടും ഈടാക്കിയിട്ടുണ്ടെങ്കിൽ അതും ഡിഡക്ഷൻ കിട്ടില്ല. അതിന് ആ എമൗണ്ട് ഡിഡക്റ്റിബിൾ അല്ല. അത് പ്രത്യേകം ഓർക്കണം. ഇനി ലാർജ് കാറാണെങ്കിൽ, അതായത് ക്യൂബിക് കപ്പാസിറ്റി 1.6 ലിറ്ററിൽ കൂടുതലാണെങ്കിൽ ₹2,400 per month plus ₹900 per month if driver is provided. Here also no deduction for recovery from employee is allowed. എംപ്ലോയിയിൽ നിന്ന് വല്ലത് ഈടാക്കിയിട്ടുണ്ടെങ്കിൽ അത് ഡിഡക്ഷൻ കിട്ടില്ല. ഇതാണ് റണ്ണിങ് ആൻഡ് മെയിൻ്റനൻസ് എക്സ്പെൻസ് എംപ്ലോയർ തന്നെ വഹിക്കുന്ന സമയത്ത് അതിൻ്റെ വാല്യുവേഷനുമായി ബന്ധപ്പെട്ട് വരുന്ന കാര്യങ്ങൾ. ഓക്കെ, ഇനി റണ്ണിങ് ആൻഡ് മെയിൻ്റനൻസ് എക്സ്പെൻസ് ആർ മെറ്റ് ബൈ എംപ്ലോയി. എംപ്ലോയി ആണ് റണ്ണിങ് ആൻഡ് മെയിൻ്റനൻസ് എക്സ്പെൻസ് വഹിക്കുന്നതെന്ന് വിചാരിക്കുക. കാർ ഈസ് യൂസ്ഡ് ഫോർ ഓഫീസ് യൂസ്. ഓഫീസ് യൂസിനാണ് ഉപയോഗിക്കുന്നത്, ഓഫീസ് യൂസിന് മാത്രമായിട്ടാണെന്ന് വിചാരിക്കുക. അത് പെർക്വിസിറ്റി അല്ല. എംപ്ലോയിയെ സംബന്ധിച്ചിടത്തോളം ഒരു നഷ്ടമാണ്. എംപ്ലോയറുടെ കാറാണ് അല്ലെങ്കിൽ എംപ്ലോയർ ഹയർ ചെയ്ത കാറാണെങ്കിലും റണ്ണിങ് ആൻഡ് മെയിൻ്റനൻസ് എക്സ്പെൻസ് ആരാ വഹിക്കുന്നത്? എംപ്ലോയിയാണ് വഹിക്കുന്നത്. അങ്ങനെ റണ്ണിങ് ആൻഡ് മെയിൻ്റനൻസ് എക്സ്പെൻസ് എംപ്ലോയി വഹിച്ച കാറ് ഓഫീസ് ആവശ്യത്തിന് വേണ്ടി മാത്രം ഉപയോഗിക്കുന്നു എന്ന് പറഞ്ഞാൽ എംപ്ലോയിയെ സംബന്ധിച്ചിടത്തോളം അതൊരു പെർക്വിസിറ്റേ അല്ല. ക്ലിയർ? ഇനി പേഴ്സണൽ യൂസിനാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ റണ്ണിങ് ആൻഡ് മെയിൻ്റനൻസ് എക്സ്പെൻസ് എംപ്ലോയി വഹിച്ചു, കാറ് പേഴ്സണൽ ആവശ്യത്തിന് വേണ്ടി മാത്രം ഉപയോഗിക്കുന്നു. പക്ഷെ ആ കാറ് എംപ്ലോയർ ഓൺ ചെയ്തതായിരുന്നു അല്ലെങ്കിൽ എംപ്ലോയർ ഹയർ ചെയ്തതായിരുന്നു. അതുകൊണ്ട് ആ ഒരു ബെനിഫിറ്റ് എംപ്ലോയിക്ക് ലഭിച്ചിട്ടുണ്ട്. ആ ബെനിഫിറ്റിൻ്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ 10% per annum of original cost of car for normal depreciation. എംപ്ലോയറുടെ കാറാണല്ലോ, അതുകൊണ്ട് എംപ്ലോയറുടെ ആ കാറിൻ്റെ ഒറിജിനൽ കോസ്റ്റിൻ്റെ 10% ഒരു നോർമൽ ഡിപ്രീസിയേഷൻ എന്ന രീതിയിൽ പരിഗണിക്കണം. പിന്നെ സാലറി ഡ്രൈവർ കൂടെ എംപ്ലോയർ വിട്ടുകൊടുത്തിട്ടുണ്ടെങ്കിൽ ആ ഡ്രൈവറുടെ സാലറിയും കൂടെ കൂട്ടണം.
ഇനി വാടകയ്ക്കെടുത്തതാണ്, എംപ്ലോയർ വാടകയ്ക്കെടുത്തതാണ് എങ്കിൽ ആ ഹയർ ചാർജ് എത്രയാണോ അത് പരിഗണിച്ചാൽ മൈനസ് എമൗണ്ട് റിക്കവേർഡ് ഫ്രം എംപ്ലോയി. ഇനി മിക്സ്ഡ് പർപ്പസിന് വേണ്ടിയാണ് ഉപയോഗിക്കുന്നതെങ്കിൽ സ്മോൾ കാർ ആണെങ്കിൽ ₹600 per month പ്ലസ് ₹900 per month if driver is provided. Here no deduction for recovery from employee. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇവിടെ സ്മോൾ കാർ ആണ് 1800, ലാർജ് കാർ ആണ് 2400 എന്ന് പറയില്ലേ, അതുപോലെ തന്നെ ഇവിടെ 1800 പകരം 600, ഇവിടെ 2400 പകരം 900. എന്തുകൊണ്ടാണ്? ഇവിടെ റണ്ണിങ് ആൻഡ് മെയിൻ്റനൻസ് എക്സ്പെൻസ് ആരാണ് വഹിക്കുന്നത്? എംപ്ലോയി ആണ് വഹിക്കുന്നത്. അതുകൊണ്ട് സ്റ്റാൻഡേർഡ് റേറ്റിൽ ചെറിയൊരു കുറവ്, സ്റ്റാൻഡേർഡ് റേറ്റ് തന്നെ, ആ റേറ്റ് 1800 പകരം 600. അതുപോലെ ലാർജ് കാർ ആകുമ്പോൾ 2400 പകരം 900 പ്ലസ് 900 per month if driver is provided. ലാർജ് കാർ ആയാലും സ്മോൾ കാർ ആയി കഴിഞ്ഞാലും ഡ്രൈവറുടെ ചാർജ് 900 തന്നെ, നേരത്തെ ഉള്ള അതേപോലെ തന്നെ. ഓക്കെ, ഇവിടെയും സ്റ്റാൻഡേർഡ് റേറ്റ് ആയതുകൊണ്ട് എംപ്ലോയിയിൽ നിന്ന് എംപ്ലോയർ വല്ലതും ഈടാക്കിയിട്ടുണ്ടെങ്കിൽ അതിന് ഡിഡക്ഷൻ ലഭിക്കുന്നതല്ല. ഓക്കെ, ഇനി നമുക്ക് ബി, വെൻ കാർ ഈസ് ഓൺഡ് ബൈ എംപ്ലോയി. എംപ്ലോയിയുടെ ഉടമസ്ഥതയിലുള്ള കാറാണെന്ന് വിചാരിക്കുക. കാർ ആരുടെ ഉടമസ്ഥതയിലുള്ളതാണ്? എംപ്ലോയിയുടെ, എംപ്ലോയറുടേതല്ല. ഇതുവരെ പഠിച്ചത് കാർ ഈസ് ഓൺഡ് ഓർ ഹയേർഡ് ബൈ എംപ്ലോയർ ആയിരുന്നു. ഇവിടെ കാർ ഈസ് ഓൺഡ് ബൈ എംപ്ലോയി, എംപ്ലോയിയുടെ ഉടമസ്ഥതയിലുള്ളതാണെങ്കിൽ റണ്ണിങ് ആൻഡ് മെയിൻ്റനൻസ് എക്സ്പെൻസ് എംപ്ലോയർ വഹിക്കാം, റണ്ണിങ് ആൻഡ് മെയിൻ്റനൻസ് എക്സ്പെൻസ് എംപ്ലോയി വഹിക്കാം. റണ്ണിങ് ആൻഡ് മെയിൻ്റനൻസ് എക്സ്പെൻസ് ആർ മെറ്റ് ബൈ എംപ്ലോയർ. എംപ്ലോയർ ആണ് റണ്ണിങ് ആൻഡ് മെയിൻ്റനൻസ് എക്സ്പെൻസ് വഹിക്കുന്നതെന്ന് വിചാരിക്കുക. കാർ ഓഫീസ് യൂസിന് വേണ്ടി മാത്രം ഉപയോഗിക്കുന്നു. അപ്പോൾ എംപ്ലോയിയുടെ കാറ് റണ്ണിങ് ആൻഡ് മെയിൻ്റനൻസ് എക്സ്പെൻസ് എംപ്ലോയർ വഹിക്കുന്നു, കാർ ഓഫീസ് ആവശ്യത്തിന് വേണ്ടി മാത്രം ഉപയോഗിക്കുന്നു. അപ്പോൾ എംപ്ലോയറുടെ കാറാണ്, അപ്പോൾ ആ കാറാണ് റണ്ണിങ് ആൻഡ് മെയിൻ്റനൻസ് എക്സ്പെൻസ് എംപ്ലോയർ ആണ് വഹിക്കുന്നതെങ്കിലും കാർ ഓഫീസ് യൂസിന് വേണ്ടി മാത്രം ഉപയോഗിക്കുന്നത്. എംപ്ലോയിയെ സംബന്ധിച്ചിടത്തോളം ഒരു ബെനിഫിറ്റ് ഒന്നുമില്ല, പെർക്വിസിറ്റ് വാല്യൂന്. പേഴ്സണൽ യൂസിന് വേണ്ടി മാത്രമാണ് ഉപയോഗിക്കുന്നതെന്ന് വിചാരിക്കുക. എംപ്ലോയറുടെ കാറാണ്, എംപ്ലോയിയുടെ പേഴ്സണൽ യൂസിന് വേണ്ടി, എംപ്ലോയിയുടെ കാറാണ് എംപ്ലോയിയുടെ പേഴ്സണൽ യൂസിന് ഉപയോഗിക്കുന്നത്. പക്ഷേ റണ്ണിങ് ആൻഡ് മെയിൻ്റനൻസ് എക്സ്പെൻസ് ആരാ വഹിച്ചത്? എംപ്ലോയറാണ്. അപ്പോൾ ഒരു ബെനിഫിറ്റ് എംപ്ലോയിക്ക് കിട്ടിയിട്ടുണ്ട്. അതെന്തായിരിക്കും വരിക? എക്സ്പെൻസ് മെറ്റ് ബൈ എംപ്ലോയർ മൈനസ് എമൗണ്ട് റിക്കവേർഡ് ഫ്രം എംപ്ലോയി. എത്രയാണോ റണ്ണിങ് ആൻഡ് മെയിൻ്റനൻസ് എക്സ്പെൻസ് എംപ്ലോയർ വഹിച്ചത് അതിൽ നിന്ന് എംപ്ലോയിയിൽ നിന്ന് എംപ്ലോയർ വല്ലതും ഈടാക്കിയിട്ടുണ്ടെങ്കിൽ അത് കഴിച്ച് ബാക്കിയുള്ളതായിരിക്കും ടാക്സിബിൾ വാല്യൂ. ക്ലിയർ? ഇനി പാർട്ട്ലി ഫോർ ഒഫീഷ്യൽ ആൻഡ് പാർട്ട്ലി ഫോർ പ്രൈവറ്റ് പർപ്പസസ് ആണ് കാർ ഉപയോഗിക്കുന്നതെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ സ്മോൾ കാർ ആണെങ്കിൽ ലാർജ് കാർ ആണെങ്കിൽ എങ്ങനെയാണ്? സ്മോൾ കാർ ആണെങ്കിൽ എക്സ്പെൻസ് ഇൻകേർഡ് ബൈ എംപ്ലോയർ മൈനസ് 1800 per month minus ₹900 per month if driver is provided minus recovery from employee. ഓക്കെ, നോക്കൂ, ഇവിടെ എംപ്ലോയിയുടെ ഉടമസ്ഥതയിലുള്ള കാറാണ് കേട്ടോ. റണ്ണിങ് ആൻഡ് മെയിൻ്റനൻസ് എക്സ്പെൻസ് ആരാ വഹിക്കുന്നത്? എംപ്ലോയർ ആണ് വഹിക്കുന്നത്. കാറ് മിക്സ്ഡ് പർപ്പസിന് വേണ്ടിയാണ് ഉപയോഗിക്കുന്നത്. സ്മോൾ കാർ ആണെങ്കിൽ എത്രയാണ് റണ്ണിങ് ആൻഡ് മെയിൻ്റനൻസ് എക്സ്പെൻസ് എംപ്ലോയർക്ക് വന്നിട്ടുള്ളത് അതിൽ നിന്ന് നേരത്തെ നമ്മൾ പഠിച്ചിട്ടുള്ള സ്റ്റാൻഡേർഡ് റേറ്റിലുള്ള ആ എമൗണ്ട് കുറയ്ക്കാം. 1800 per month കുറയ്ക്കാം. ₹900 per month ഡ്രൈവറെ അനുവദിക്കുന്നുണ്ടെങ്കിൽ അത് കുറയ്ക്കാം. എംപ്ലോയിയിൽ നിന്ന് ഈടാക്കുന്ന എമൗണ്ട് കുറയ്ക്കാം. ബാക്കിയുള്ള എമൗണ്ടാണ് ടാക്സബിൾ. അതേപോലെ ലാർജ് കാർ ആണെങ്കിൽ എക്സ്പെൻസ് ഇൻകേർഡ് ബൈ എംപ്ലോയർ മൈനസ് ₹2400, 1800 പകരം സ്റ്റാൻഡേർഡ് റേറ്റ് 2400 per month മൈനസ് ₹900 per month if driver is provided മൈനസ് റിക്കവറി ഫ്രം എംപ്ലോയി. ഓക്കെ, യെസ്. ഇനി നോക്കൂ, റണ്ണിങ് ആൻഡ് മെയിൻ്റനൻസ് എക്സ്പെൻസ് ആർ മെറ്റ് ബൈ എംപ്ലോയി. എംപ്ലോയി ആണ് റണ്ണിങ് ആൻഡ് മെയിൻ്റനൻസ് എക്സ്പെൻസ് വഹിക്കുന്നതെന്ന് വിചാരിക്കുക. എംപ്ലോയിയുടെ ഉടമസ്ഥതയിലുള്ള കാറ് റണ്ണിങ് ആൻഡ് മെയിൻ്റനൻസ് എക്സ്പെൻസ് എംപ്ലോയി തന്നെ വഹിക്കുന്നു. ആ കാർ ഓഫീസ് ആവശ്യത്തിന് വേണ്ടി മാത്രം ഉപയോഗിക്കുമ്പോൾ പെർക്വിസിറ്റേ അല്ല, നില്ല. പേഴ്സണൽ യൂസിന് വേണ്ടി ഉപയോഗിക്കുന്ന സമയത്ത് പെർക്വിസിറ്റ് അല്ലല്ലോ, എംപ്ലോയർ പ്രത്യേക ബെനിഫിറ്റ് ഒന്നും കൊടുത്തതല്ല. സ്വന്തം കാറ് സ്വന്തം റണ്ണിങ് ആൻഡ് മെയിൻ്റനൻസ് എക്സ്പെൻസ് വഹിച്ചുകൊണ്ട് സ്വന്തം ആവശ്യത്തിന് ഉപയോഗിക്കുന്നു. ഇനി മിക്സ്ഡ് യൂസിന് ഉപയോഗിക്കുന്ന സമയത്തും ഒരു പെർക്വിസിറ്റ് ഇല്ല. അപ്പോൾ ഇവിടെ എംപ്ലോയിയുടെ കാറ് റണ്ണിങ് ആൻഡ് മെയിൻ്റനൻസ് എക്സ്പെൻസ് മുഴുവനായിട്ടും എംപ്ലോയി തന്നെ വഹിക്കുന്ന സമയത്ത് ഏത് കേസ് ആയി കഴിഞ്ഞാലും പെർക്വിസിറ്റ് വാല്യൂ ഇല്ല. ഓക്കെ, യെസ്. ഇനി നമുക്ക് അവസാനമായി വാട്ട് ഈസ് പെർക്വിസിറ്റ് വാല്യൂ വെൻ
more than one car is provided. ഒന്നിൽ കൂടുതൽ കാർ എംപ്ലോയർ എംപ്ലോയിക്ക് വിട്ടുകൊടുത്തു എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ആ ഒരു പെർക്വിസിറ്റിന്റെ വാല്യൂ എങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്? The perquisite value of one car at the choice of employee will be determined as in the case of car used for official and private purposes, and the value of other cars will be determined as in the case of car used for private purposes only. അതാണ് പ്രൊസീജിയർ. എന്താണ്? ഒന്നിൽ കൂടുതൽ കാർ വിട്ടുകൊടുക്കുകയാണെങ്കിൽ ഏതെങ്കിലും ഒരു കാർ എംപ്ലോയിയുടെ ഇഷ്ടപ്രകാരം എംപ്ലോയിയുടെ ചോയ്സിനനുസരിച്ച് ഒരു കാറ് ഒഫീഷ്യൽ പർപ്പസിനും പ്രൈവറ്റ് പർപ്പസിനും മിക്സ്ഡ് പർപ്പസിനും ഉപയോഗിക്കുന്നതായി കണക്കാക്കിക്കൊണ്ട് അതിൻ്റെ ടാക്സബിൾ വാല്യൂ പെർക്വിസിറ്റ് വാല്യൂ കണ്ടുപിടിക്കാവുന്നതും ബാക്കിയുള്ള എല്ലാ കാറും പ്രൈവറ്റ് പർപ്പസിന് വേണ്ടി മാത്രം പേഴ്സണൽ പർപ്പസിന് വേണ്ടി മാത്രം ഉപയോഗിച്ചതായി കണക്കാക്കിക്കൊണ്ട് വാല്യുവേഷൻ നടത്തേണ്ടതും ആണ്. ഇതാണ് ഈ കേസിൽ ചെയ്യേണ്ടത്. ഓക്കെ, ക്ലിയർ? ഓക്കെ, താങ്ക് യു. ബാക്കി നമുക്ക് നെക്സ്റ്റ് ക്ലാസ്. താങ്ക് യു.